ഹലോ മിസ്റ്റർ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡീനിയം പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അവിചാരിതമായിട്ട് അഡീനിയം പ്ലാന്റ്സ് വന്നു കഴിഞ്ഞപ്പോൾ വേഗം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് വെറൈറ്റികൾ വന്നിട്ട് നല്ല അടിപൊളി പ്ലാന്റുകളാണ് വന്നേക്കണേ. ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ 350 rupees ആണ് കേട്ടോ. നമ്മുടെ ചെറിയ പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടില്ല. ചെറിയ പ്ലാന്റിന് ഒത്തിരി പേർക്ക് ആവശ്യമുണ്ടെന്ന് അറിയാം. 150യുടെ പ്ലാന്റ് അത് സ്റ്റോക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വലിയ പ്ലാന്റുകളാണ് കാണിക്കുന്നത്. പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അഡേനിയം പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഇതിൻ്റെ പൂക്കളും ഇലകളും ഒക്കെ കൊഴിയാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇലകളൊക്കെ കൊഴിയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും അത് ആവർത്തിച്ച് പറയുന്നതാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ളത് എല്ലാത്തിലും മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ്. നല്ല വലിയ പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കുറച്ച് കൊക്കോപ്പീറ്റൊക്കെ അടിയിലുണ്ടാവും. അത് മാക്സിമം മാറ്റിയിട്ട് വേണം പ്ലാന്റ് നട്ടുപിടിപ്പിക്കാനുള്ള, മണ്ണിലേക്ക് നടാനായിട്ട്. പിന്നെ പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. പിന്നെ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സിനൊക്കെ പോട്ടുകളുണ്ട്. അപ്പോൾ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. പോട്ട് മാറ്റിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് പ്ലാന്റുകൾ എത്തുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ള. നമുക്ക് വേഗത്തിൽ തന്നെ പ്ലാന്റുകൾ കാണാം കേട്ടോ. അതുകൂടാതെ നമുക്ക് ചെത്തി നമ്മുടെ ഇക്സോറ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള റെഡും യെല്ലോയോടും കൂടി ചേർന്ന് മിക്സ് വരുന്ന ഇങ്ങനെ അടിപൊളി പ്ലാന്റുകളാണ്. ഇപ്പം ഈ ചെത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു എന്ന് വരാം കേട്ടോ. ഇങ്ങനെ ഇത്രയും വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണല്ലോ. അപ്പോൾ ചെത്തി ചിലപ്പോൾ ഈ ചൂട് കൊണ്ട് കൊഴിഞ്ഞു എന്ന് വരാം. പക്ഷെ അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. ഒരു പോട്ടിൽ 3-4 സ്റ്റെമ്മുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ റെഡ് കൂടുതലുള്ള ഒരിത്. പിന്നെ ഇതിൽ വരുന്നത് യെല്ലോ കൂടുതലായിട്ട്, യെല്ലോയും ഒരു ഇത് റെഡുമായിട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. ഇതൊക്കെ അധികം സ്റ്റോക്ക് ഇല്ല. അപ്പോൾ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. മാക്സിമം ഈ ആഴ്ച തന്നെ നമുക്ക് അയക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഇതും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫെനോസിസ് വെറൈറ്റി, വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇലകൾ ഇങ്ങനെ വേരിഗേഷനുള്ള വെറൈറ്റി. ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ടുള്ള ഇതാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഈ കളർ പൂവാണ് കേട്ടോ വന്നേക്കുന്നത്, വയലറ്റ് കളർ. അപ്പോൾ ഇതിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതും കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ കാറ്റലോഗിൽ നോക്കിക്കോളൂ. കാറ്റലോഗ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് നമുക്ക് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാൻ മെസ്സേജ് അയക്കേണ്ടത്. പിന്നെ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ പ്ലാന്റുകൾ കണ്ടുപോകാം. ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്, ഒന്നുകൂടെയുള്ള നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ നമ്പർ കാറ്റലോഗിൽ കാണുന്നില്ലെങ്കിൽ അത് സ്റ്റോക്ക് ഔട്ട് ആയെന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഈ ഒരു പ്ലാന്റ് വൈറ്റ് പൂവാണ് വരുന്നത് കേട്ടോ. അതിപ്പോൾ നമ്മളുടെ ചൂട് കാരണം പൂ ഒരു കരിഞ്ഞിട്ടുണ്ട്. എന്നാലും പ്രശ്നമില്ല. ഇതാണ് വൈറ്റ് വരുന്നത്, നല്ല ഭംഗിയായിട്ട്. ചൂടൊക്കെ കൂടുതൽ കൊണ്ട് പൂക്കൾക്ക് ഒരു കരിച്ചിലൊക്കെ വരാമല്ലോ. അതാണ് കേട്ടോ അത് വന്നേക്കുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. ഈ ഒരു കളറ് ഡാർക്ക് മജന്തയും ബോർഡർ ഒരു വയലറ്റും കൂടെ ചേർന്ന് വരുന്നത്. മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഇതാണ്. പ്രൊഡക്ട്സ് ഒക്കെ നല്ല വലുതായിട്ട് ഇതും ആ ഒരു ഷെയ്ഡ് തന്നെയുള്ള ഒരു പ്ലാന്റ് ആണ്. നാലാമത്തെ പ്ലാന്റ് വരുന്നത് ഇതാണ്, 4 നമ്പർ 4. ഇത് ഈ നമ്പർ അനുസരിച്ച് തന്നെയായിരിക്കും കേട്ടോ കാറ്റലോഗിൽ കൊടുത്തേണ്ടത്. നമ്പർ 5ഉം ഒരു വയലറ്റ് ഇത് വരുന്ന പ്ലാന്റ് ആണ്. നമ്പർ 5 ഇതാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. ഇങ്ങനെ. നമ്പർ 6 ഒരു സിംഗിൾ പെറ്റലാണ്. ഇങ്ങനെ. അതിൻ്റെ ഇലകൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സിൽവർ ടച്ച് ഉള്ള ഇലയാണ് വരുന്നത്. പ്ലാന്റ് വരുന്നത് ഇതാണ് വരുന്നത്. നമ്പർ 6. നമ്പർ 7 വരുന്നത് ഇതാണ് പൂ വരുന്നത്. പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ 7. നമ്പർ 8 വരുന്നത് ഇതാണ് പ്ലാന്റ് വരുന്നത്. ഇതൊരു ഇങ്ങനെയാണ് പൂ വരുന്നത്. ഇങ്ങനെ നമ്പർ 8. ഇത് സിംഗിൾ പെറ്റലാന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള സിംഗിൾ പെറ്റൽ ഉണ്ട് കേട്ടോ. ഞാൻ അവസാനം കാണിച്ചു തരാം കുറച്ച് വെറൈറ്റികൾ. അപ്പോൾ ചിലർ പറയും സിംഗിൾ പെറ്റൽ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറയും, എനിക്ക് മൾട്ടി പെറ്റൽ മതി എന്ന്. പക്ഷേ ഭയങ്കര രസമുള്ള വെറൈറ്റികളൊക്കെ സിംഗിൾ പെറ്റൽ വരുന്നുണ്ട്. ഇനി വരുന്നത് ഒരു സിംഗിൾ പെറ്റലാണ്. നമ്പർ 9. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഒരു യെല്ലോയും ഒരു മജന്തയും കൂടെ ചേർന്ന് വരുന്ന ഒരു അടിപൊളി പ്ലാന്റ്. ഇതൊക്കെ എപ്പോഴും പൂക്കളുണ്ടാവും ഇങ്ങനെ സിംഗിൾ പെറ്റൽ വന്നാലോ കേട്ടോ. 9. 10 വരുന്നത് ഇതാണ് ഈ പ്ലാന്റ് വരുന്നത്. 10
ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. ഇതിൻ്റെ കോഡക്സ് ഒക്കെ നോക്കിയേ, നല്ല വെയിറ്റ് ആണ് പ്ലാന്റിന്. ഒരു വയലറ്റ് ടച്ചാണ് വരുന്നത്. പൂ വിരിഞ്ഞിട്ടില്ല, പൂ ഇത് കണ്ടിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. നമ്പർ 11 വരുന്നത് ഇതാണ്. നല്ല വലിയ പ്ലാന്റാണ് വരുന്നത്. പൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു മിക്സ് ചെയ്ത കളറാണ് വരുന്നത്. ഒരു ലൈറ്റ് ഒരു യെല്ലോയും ഒരു ഓറഞ്ചും അല്ല ഒരു മജന്തയും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ്. പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല വലിയ പ്ലാന്റാണ്. നമ്പർ 12 വരുന്നത് ഒരു സിംഗിൾ പെറ്റൽ മോഡൽ ഒരു പ്ലാന്റ് ആണ്. എന്നാലും സിംഗിൾ പെറ്റൽ അല്ല എന്നും പറയാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ഇതിന്. 12 ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. 13 വരുന്നത് ഇതാണ് പ്ലാന്റ് വരുന്നത്. നല്ല വലിയ കോഡക്സ് ഒക്കെ ആയിട്ട് നല്ല വെയിറ്റാണ് പ്ലാന്റിന്. നല്ല വെയിറ്റ് ആണ് കേട്ടോ. നമ്പർ 14 വരുന്നത് ഇതാണ്. ഇതിന് നല്ല വെയിറ്റ്. എനിക്ക് തോന്നുന്നു ഒരു 2 കിലോയുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. നല്ല വെയിറ്റാണ് വരുന്നത്. കോഡക്സ് ഒക്കെ ഇത്രയും വലുതാണല്ലോ. ഇനി വരുന്നത് നമ്പർ 15. ഇത് അടിപൊളി പ്ലാന്റ്. ഇത് നോക്കി, ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ഇതാണ് വരുന്നത്. പക്ഷെ ഇത്രയും ഇതായിട്ടുണ്ട്. നല്ല ബുഷിയായിട്ടുള്ള അടിപൊളി പ്ലാന്റ്. പൂ വിരിഞ്ഞു വന്നിട്ടില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ വരുന്നത്. നമ്പർ 15. ബോൺസായി ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്നവർ അങ്ങനെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. നമ്പർ 16 വരുന്നത് ഇതാണ്. ഒരു വയലറ്റ് ടച്ചുള്ള ഇതാണ്. വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് ഒരു മജന്ത ഡാർക്ക് അയക്കുന്ന ഒരു ബ്ലാക്കും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു കളർ കേട്ടോ. നമ്പർ 16 വരുന്നത്. ഇനി നമ്പർ 17 വരുന്നത് ഇതാണ്. നമ്പർ 17 വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു യെല്ലോയും യെല്ലോ ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 17 ചെടി വരുന്നത് ഇതാണ്. നമ്പർ 17. നമ്പർ 18 വരുന്നത് ഇതാണ് കേട്ടോ. നമ്പർ 18 ഒരു വയലറ്റ് ഒരു ഇതാണ്. ഇലകൾ കണ്ടിട്ട് ഇങ്ങനെയാണ് പൂ വരുന്നത്. നമ്പർ 18 ഇതാണ് ചെടി വരുന്നത് കേട്ടോ. നമ്പർ 19 അങ്ങനെ തന്നെയുള്ളൊരു പ്ലാന്റ് ആണ്. ഇതാണ് പൂ വരുന്നത് കേട്ടോ. ഇതാണ് പൂ വരുന്നത്. ഒരു വയലറ്റ് ടച്ച് ഉള്ളത് അങ്ങനെ. ഇതാണ് ചെടി വരുന്നത്. ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് 2 ഇത് വന്നിട്ട് സ്റ്റെം വന്ന് അങ്ങനെ നല്ല അടിപൊളി പ്ലാന്റ്. 19 അതിൻ്റെ തന്നെ കളറാണ്. നമ്പർ 20 ഒരു ചില ഡിഫറൻസുകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു കാറ്റഗറിയിൽ കൊടുക്കാൻ പറ്റാത്ത. കണ്ടോ ഇങ്ങനെ ഇലകളൊക്കെ കണ്ടിട്ട് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് കണ്ട് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. നമ്പർ 20 ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്പർ 21 വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് പൂ വരുന്നത്. ചെടി വരുന്നത് ഇതാണ് കേട്ടോ. നമ്പർ 21. നമ്പർ 22 വരുന്നത് ഇതാണ്. ഇത് ഒരു പൂ കരിഞ്ഞിരിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു പിങ്കും വയലറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 22. നമ്പർ 23 വരുന്നത് ഇതാണ്. ഇതാണ് പൂ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പൂ വരുന്നത്. ചെടി വരുന്നത് കേട്ടോ. 23. 24 വരുന്നത് ഒരു വൈറ്റ് ആണ്. ഇങ്ങനെ ഇതാണ് വരുന്നത് കേട്ടോ. 24 വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വശത്തെ കാണാം. 25 ഇതാണ്. ഒരു വിരിഞ്ഞ് വന്നിട്ടില്ല, പൊട്ടിപ്പോയേക്കുക. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വരുന്നത് 25. ചെടി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. 26 ഒരു വയലറ്റ് ടച്ചുള്ള ഒരു ചെടിയാണ്. 26 ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ചെടി മുട്ടായിട്ടാണ് വരുന്നത്. 27 വരുന്നത് ഇതാണ്. നല്ല പ്ലാന്റാ. അതും ഒരു വയലറ്റ് ഒരു ഡാർക്ക് വയലറ്റും ഒക്കെ ചേർന്നിട്ട് വരുന്ന ഒരു പ്ലാന്റ്. 27. 28 വരുന്നത് ഇതാണ് കേട്ടോ. അതും ഒരു ഇങ്ങനെയാണ് അതിൻ്റെ പൂ വരുന്നത്. 28. 29 വരുന്നത് ഇതാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് കളർ വരുന്നത്. 29 ഇത് ചെടി വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് 30 വരുന്നത് കേട്ടോ. 30 ഒരു എന്താ പറയുക, ഇങ്ങനെയാണ് വരുന്നത്. പൂ കരിഞ്ഞേക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും ക്ലിയർ ആവുള്ളൊരു യെല്ലോയും ഒരു ചെറിയൊരു
പിങ്ക് ഷെയ്ഡും ഒക്കെ ചേർന്ന് വരുന്നത് 30. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇതിൽ ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ കാറ്റലോഗിൽ നോക്കിക്കോളൂ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കുറച്ച് സിംഗിൾ പെറ്റൽ കാണിച്ചു പോവാം കേട്ടോ. ഇത് സെയിൽ അയക്കുന്ന പ്ലാന്റ് ആണ്. പക്ഷേ ഒത്തിരി പേര് പറയാറുണ്ട് സിംഗിൾ പെറ്റൽ വരുമ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സിംഗിൾ പെറ്റൽ നമുക്ക് കാണിച്ചു പോകാം. ഇത് സെയിൽ അയക്കുന്ന പ്ലാന്റുകളാണേ. ഇതാണ് ഒരു സിംഗിൾ പെറ്റൽ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ട് അങ്ങനെ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാറ്റലോഗ് എടുത്ത് നോക്കിക്കോളൂ. കാറ്റലോഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുതിയ പ്ലാൻസിൽ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അന്നേരം കാണുന്നവർക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അതിന് ശേഷമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എല്ലാ പ്ലാന്റുകളും നിങ്ങൾക്ക് ഇപ്പോൾ കാറ്റലോഗിൽ കാണാൻ പറ്റത്തില്ല. ഇതാണ് ഒരു കളർ വരുന്നത്. പിന്നെ ഒരു സിംഗിൾ പെറ്റൽ വരുന്നത്. ഇത് നോക്കിയേ, നല്ല രസമല്ലേ കാണാൻ. നല്ല ഇലയ്ക്ക് നല്ല പ്രത്യേകത, ഡാർക്ക് ഗ്രീനാണ് വരുന്നത്. എന്നിട്ട് ഇതൊരു കൂടി വരുമ്പോഴത്തേക്ക് നല്ല രസമായിട്ട് മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ്. ഇനി ഒരു സിംഗിൾ പെറ്റൽ ഇത് നോക്കി. ഇത് ശരിക്കും സിംഗിളാണെന്ന് നമുക്ക് ശരിക്കും നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇത് നോക്കി, നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഇങ്ങനെ. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ നമ്പർ 9, അതിൻ്റെ അതിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് ഇത്. സിംഗിൾ പെറ്റലാന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതിൽ പറയും, സിംഗിൾ പെറ്റലൊന്നും എനിക്ക് വേണ്ടെന്ന് പറയും. അപ്പോൾ അതങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അത് കാണിക്കണം കേട്ടോ. ഇത് നോക്കി, ഇതിപ്പോൾ സിംഗിൾ പെറ്റലല്ല എങ്കിൽ കൂടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി. ഇത് ഒരു പ്രത്യേകതയുള്ള വെറൈറ്റിയാണ്. ഇത് വേരിഗേറ്റഡ് ലീഫാണ്. നമുക്ക് അധികം വരാറില്ലാത്ത ഒരു ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് വേരിഗേറ്റഡ് ലീഫാണ് വരുന്നത്. അതിൽ ഇങ്ങനെ സിംഗിൾ പെറ്റൽ ഇങ്ങനെ ഒരു അടിപൊളി ഒരു ലാവൻഡറും ഒരു ബീറ്റ്റൂട്ട് കളറും ഒക്കെ കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്ലാന്റ്. ആ ഇലയിൽ ആ പൂ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതേ കണ്ടോ, ആ ഇലയും അതിൻ്റെ ആ കോമ്പിനേഷൻ നോക്കി. ഇതാണ് പ്ലാന്റ് വരുന്നത്. ഒരു സിൽവർ ടച്ചാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത്. അപ്പോൾ അവസാനം കാണിച്ച നമ്പർ ഇല്ലാത്തതൊന്നും സെയിലിന് ഇല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സിംഗിൾ പെറ്റലിനോട് അത്രയും താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റുകൾ കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ കാണിച്ചതെല്ലാം കാറ്റലോഗിലുണ്ട്. അപ്പോൾ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. അപ്പോൾ ചില നമ്പറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കാറ്റലോഗിൽ ഉണ്ടാവും. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഈ കാറ്റലോഗ് തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കോളൂ, ഇരുന്നോളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അടീനിയൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മൾ കാറ്റലോഗിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.